പ്രലോഭനത്തിൽ വീഴാനിടയ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരിക്രമം ചെയ്യാൻ ബലഹീനരും പാപികളുമായ ഞങ്ങളെ ശക്തരാക്കണമേ. വിശിഷ്യ ഇന്നത്തെ തിരുക്കർമ്മങ്ങളെ ഏറ്റെടുത്തുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും ഇതിൽ പങ്കുചേരുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ദൈവമെൻ്റെ രക്ഷകൻ, ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സർവവും. സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയില്ലേ എനിക്കു തെല്ലും. ദൈവമാണെൻ പാലകൻ. നിയതമങ്ങേ വസതിയിൽ കഴിയുവാനൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനൻ ദാഹം. കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം, കാതിലങ്ങേ കനിവെഴും കഥകൾ കേട്ടു ലയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വവും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂടുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. എൻ്റെ കർത്താവേ, നീ സ്തുതിമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാക്കുന്ന ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മന്ദിരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ.
അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിലെ ഫലപ്പെടുന്നതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ഇതിനുശേഷം സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു. കാഹളധ്വനി പോലെ ഞാൻ ആദ്യം കേട്ട സ്വരം എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് കയറി വരൂ, ഇനിയും സംഭവിക്കേണ്ടവ നിനക്ക് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് ഞാൻ അനുഭൂതിയിൽ ലയിച്ചു. അതാ സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. സിംഹാസനസ്ഥൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയും ആയിരുന്നു. സിംഹാസനത്തിനും അറ്റം പോലെയുള്ള ഒരു മഴവില്ലും കാണപ്പെട്ടു. ആ സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങൾ. അവയിൽ ധവളവസ്ത്രധാരികളായ 24 ശ്രേഷ്ഠന്മാർ. അവരുടെ ശിരസിൽ സ്വർണ്ണകിരീടങ്ങൾ. സിംഹാസനത്തിൽ നിന്ന് മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു. സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിക്കുന്ന 7 തീപ്പന്തങ്ങൾ. ഇവ ദൈവത്തിൻ്റെ സ്വപ്നാത്മാക്കളാണ്. സിംഹാസനത്തിന് മുമ്പിൽ ഒരു പളുങ്കുകടൽ. സിംഹാസനത്തിൻ്റെ മധ്യത്തിലും ചുറ്റിലുമായി 4 ജീവികൾ. അവയ്ക്ക് മുമ്പിലും പിമ്പിലും നിറയെ കണ്ണുകൾ. ഒന്നാമത്തെ ജീവി സിംഹത്തെ പോലെ, രണ്ടാമത്തേത് കാളയെ പോലെ, മൂന്നാമത്തേതിന് മനുഷ്യൻ്റേതുപോലെയുള്ള മുഖം, നാലാമത്തേത് പറക്കുന്ന കഴുകനെ പോലെ. ഈ 4 ജീവികൾക്കും 6 ചിറകുകൾ വീതം. ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ. രാപകൽ ഇടപെടാതെ അവ ഉദ്ഘോഷിക്കുന്നു, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആ ജീവികൾ സിംഹാസനസ്ഥന് നിത്യം ജീവിക്കുന്നവന് മഹത്വവും ബഹുമാനവും സ്തുതിയും നൽകിയപ്പോഴെല്ലാം ആ 24 ശ്രേഷ്ഠന്മാർ സിംഹാസനത്തിന് മുൻപിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു: ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കുവാൻ അർഹനാണ്. അങ്ങ് സർവ്വവും സൃഷ്ടിച്ചു. അങ്ങയുടെ വിധമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. തിരുവചസിൻ ചുരുളഴിയുകയായി, തിരുഹിതമെൻ മനസ്സറിയുകയായി. തിരുവചസിൻ ചുരുളഴിയുകയായി, തിരുഹിതമെൻ മനസ്സറിയുകയായി. സുവിശേഷം പാതേയം ഹല്ലേലൂയ ഹല്ലേലൂയ. അകതാരിൽ വരവേൽക്കാൻ ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 6 വാക്യങ്ങൾ 19 മുതൽ 21 വരെ. ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്, തുരുമ്പും കീടങ്ങളും നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയുമില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ഭൂമിയിലെ നിക്ഷേപങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് പലപ്പോഴും നമ്മുടെയൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ, ഭൗതികമായ സുസ്ഥിതി, അതുമല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ, വലിപ്പങ്ങൾ ഒക്കെയാണ്.
അത്തരത്തിൽ ഉള്ളതാണോ ഈ ഭൗതികതയുടെ നിക്ഷേപങ്ങൾ? എന്നാൽ സ്വർഗീയതയുടെ നിക്ഷേപങ്ങളും ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഇത് രണ്ടും തമ്മിൽ അന്തരങ്ങൾ ഉള്ളതായി ഈശോ കൂടുതൽ വിശദീകരിച്ചിരിക്കുകയാണ് ഇവിടെ. അതായത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ സമ്പത്തിൻ്റെ തലത്തിൽ ഉള്ള സുസ്ഥിതിയും അതുപോലുള്ള നേട്ടങ്ങളും വലിപ്പങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ വെളിപ്പെടുത്തലും അതോടൊപ്പം തന്നെ അത് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവൻ ദൈവപ്രീതി കൂടുതൽ ആർജിക്കുന്നു എന്നുള്ളതുമാണ്. 19-ാമത്തെ വചനം തന്നെ നമ്മളോട് പറയുകയാണ്, അതായത് സ്വർഗത്തിൽ നിക്ഷേപത്തിൽ നിന്ന് വ്യത്യസ്തമായി ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്. നമുക്കറിയാം ഭൂമിയിലെ നിക്ഷേപങ്ങളുടെ കഥ. ഒരു സ്ഥലത്ത്, അതും വളരെ അധസ്ഥിത മേഖലയിൽ ആളുകൾക്ക് അവരുടെ അഭ്യുന്നതിക്ക് വേണ്ടി സർക്കാർ വലിയ സാമ്പത്തിക സഹായം കൊടുത്തു. അവർക്ക് വലിയ അക്ഷരജ്ഞാനമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ആ പ്രത്യേക സ്ഥലത്തെ ആളുകൾ ബാങ്കിൽ പോയി നല്ല രീതിയിലുള്ള ഈ നോട്ടും കെട്ടുകളുമായി തിരികെ വന്നു. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ആ മലയോര സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരവരുടേതായ സുഭിക്ഷതയിൽ അവിടെ കാട്ടിലെ പഴങ്ങളും അതോടൊപ്പം തന്നെ ഉള്ള ഭക്ഷണ രീതികളും അതോടൊപ്പം തന്നെയുള്ള വൈദ്യ കാര്യങ്ങളൊക്കെയായി കഴിയുന്നവരാണ്. നിരക്ഷര ബുദ്ധികളായ ഇവർക്ക് ഈ പണം എന്ത് ചെയ്യണമെന്നറിയില്ല. വലിയ നോട്ടും കെട്ടുകളാണ് അവർക്കുള്ളത്. അവിടെ തണുപ്പ് കാലത്താണെങ്കിൽ വളരെ ശൈത്യമാണ്. അവർ ഈ പണത്തിൻ്റെ അറിവ് കുറവുള്ളവരായതുകൊണ്ട് അവർ അതെല്ലാം തീയുടെ അടുക്കൽ ഇരുന്ന് ചൂടേൽക്കുന്ന ആളുകളാണ്. അങ്ങനെ തീയുടെ അടുക്കൽ ചൂടേൽക്കുന്ന ആളുകൾക്ക് ആ പണത്തിൻ്റെ മൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അവർ ആ തീ കൂട്ടി അതിൻ്റെ ചൂട് അനുഭവിച്ചു. നഷ്ടപ്പെട്ടതോ ആയിരക്കണക്കിനോ ഒക്കെയുള്ള തുകകളാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതിൻ്റെയൊക്കെ ആ താൽക്കാലികത ഈശോയുടെ വിരൽ ചൂണ്ടുകയാണ്. എന്താണത്? തുരുമ്പിടുന്നു, കീടങ്ങൾ നശിപ്പിക്കുന്നു, കള്ളന്മാർ മോഷ്ടിക്കുന്നു. ഇങ്ങനെ വളരെ താൽക്കാലികത ഉള്ള ഒരു നിക്ഷേപത്തെയാണ് ഭൗതിക തലത്തിൽ ഉള്ളതായ സമ്പത്തോ അതുപോലുള്ള ആ നിക്ഷേപങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അവ നിത്യതയിലേക്ക് എത്തി നിൽക്കുന്നുമില്ല. നമ്മളൊരിക്കലും അതിൻ്റെ ഉടമയാകരുത് എന്നാണ് വേദപാഠ ക്ലാസ്സിൽ പഠിപ്പിക്കുക. പിന്നെയോ നമ്മൾ ഈ ഭൗതിക സമ്പത്തിൻ്റെ എല്ലാം കാര്യസ്ഥന്മാർ എന്നുള്ള രീതിയിൽ വേണം ആകാൻ. ധനികനായ അധികാരി ഈശോയുടെ അടുക്കൽ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു വന്നു. ഈശോ അവനോട് പ്രമാണങ്ങൾ, ദൈവപ്രമാണങ്ങൾ അനുസരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അവൻ പറഞ്ഞു, ചെറുപ്പം മുതൽ ഞാൻ ഇതെല്ലാം പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഇനി നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അത് കഴിഞ്ഞ് നീ വന്ന് എന്നെ അനുഗമിക്കുക.
ഇത് കേട്ട് അവൻ വ്യസനിച്ചു. ലൂക്കായുടെ ശേഷം 18-ാം അധ്യായത്തിലാണ് പറയുന്നത്, 23-ാമത്തെ വചനം പറയുന്നത്. വ്യസനിച്ചു, കാരണം അവൻ വലിയ ധനികൻ ആയിരുന്നു. വിഷാദിച്ചവൻ പോയി. അതേ ധനത്തിൻ്റെ മുകളിൽ ഉള്ള വേറൊരു വ്യക്തിയാണ് സുവിശേഷത്തിൽ നാം കാണുന്ന സക്കേവൂസ്. സമൂഹത്തിലെ പണത്തിൻ്റെ വലിപ്പം ഒന്നും അവനില്ല. അവൻ്റെ സമുദായത്തിൽ അവഗണിക്കപ്പെടുന്നവന് വളരെ ചെറിയവനുമാണ്. ഈ സക്കേവൂസിൻ്റെ ഭവനത്തിൽ ഈശോ താമസിക്കാൻ തയ്യാറായി. അപ്പോൾ അവനിൽ മാറ്റമുണ്ടായി. 19-ാം അധ്യായം ലൂക്കായുടെ ശേഷം തന്നെ 8-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നു. അവൻ പറയുന്നു, എൻ്റെ സ്വത്തിലെ പകുതി ഞാനിതാ ദരിദ്രർക്ക് പങ്കുവച്ചു കൊടുക്കുന്നു. ഇതാണ് സ്വർഗത്തിലേക്ക് കിട്ടുന്ന നിക്ഷേപം. അതുകൊണ്ട് അവനോട് ഈശോ പറഞ്ഞു, ഇന്ന് ഈ ഭവനം ഇതാ രക്ഷ പ്രാപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കർഷകനായ ഒരു ധനികനെക്കുറിച്ചുള്ള പ്രതിപാദ്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷം തന്നെ 12-ാം അധ്യായത്തിലെ 16 മുതലുള്ള വചനങ്ങളാണത്. ഒരു വലിയ ധനികനാണ് അയാൾ, ഒത്തിരി ജമ്മിയാണ്. അവൻ്റെ കൃഷിസ്ഥലത്ത് കൂടുതൽ വിളവ് ലഭിച്ചു. അവൻ ചിന്തിച്ചു, ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ല. അതുകൊണ്ട് അയാൾ ചിന്തിച്ച് വയ്ക്കുന്ന ഇങ്ങനെയാണ്, ഞാനെൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും, അതിലെൻ്റെ ധാന്യവും വിഭവങ്ങളും ഞാൻ സംഭരിക്കും. ദൈവം അവനോട് പറഞ്ഞു, ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടും. അപ്പോൾ നീ സമ്പാദിച്ച് കൂനുകൂട്ടിയിരിക്കുന്ന ഇവരെല്ലാം ആരുടേതാകും? 21-ാമത്തെ വചനത്തിൽ പറയാണ്, ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്ന ഓരോ വ്യക്തി. അതോടൊപ്പം തന്നെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്ന 2 കഥാപാത്രങ്ങളുണ്ട്. ഒരു ധനവാനും ഒരു ലാസറും. ലൂക്കായുടെ ശേഷം 16-ാം അധ്യായത്തിലാണ് അതിൻ്റെ വിവരണം. 19-31 വരെയുള്ള വാക്യങ്ങളാണ്. അയാൾ ഒന്നും ദ്രോഹിക്കാനോ കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല. അയാൾ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നു. അയാളുടെ അയാളുടെ പടിവാതിൽക്കൽ ലാസർ എന്ന ദരിദ്രൻ കിടന്നപ്പോൾ അവനിങ്ങോട്ട് വന്ന് ചോദിച്ചിട്ടുമില്ല, ഇയാളോട്ട് കൊടുത്തിട്ടുമില്ല. ഇയാളുടെ മേശയിൽ നിന്ന് വീഴുന്ന ഇങ്ങനെ ദാഹിച്ചിരിക്കുകയാണ്. അത് കൊണ്ടുപോയി അവിടുത്തെ വേലക്കാരി കൊണ്ടുപോയി ഇടുമ്പോൾ നായ്ക്കളോടൊപ്പം ഈ ലാസറും ഭക്ഷിച്ചിട്ട് നഖപ്പെടുത്താൻ നായ്ക്കളും തയ്യാറായിരുന്നു. ഇതായിരുന്നു. പക്ഷേ ഇവർ 2 പേരും മരിക്കുമ്പോൾ ദൈവദൂതന്മാർ സംഗീതം മീട്ടി ഈ ദരിദ്രനായ ലാസറിന് ഇതിനും അതിൻ്റേതായ അർത്ഥവ്യാപ്തിയുണ്ട്. എന്താണത്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരോപകാര പ്രവർത്തനങ്ങൾ നാം അത് കണ്ടില്ലെന്ന് വെച്ച് പോകുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവത്തിനു മുൻപിൽ നമ്മൾ കുറ്റക്കാരാണ് എന്നതാണ് ധനവാൻ്റെയും ലാസറിൻ്റെയും ദിവസ്, അതുപോലെ ലാസർ, ഇവരുടെ ഉപമ അതാണ്. സുഭാഷിതത്തിൻ്റെ പുസ്തകം 19-ാം അധ്യായം 17-ാം തിരുവചനം നമ്മളോട് പറയുകയാണ്, ദരിദ്രർക്ക് നൽകുന്ന ദാനം ദൈവമായ കർത്താവിന് കടം കൊടുക്കലാണ്. ആ കടം അവിടുന്ന് വീട്ടും. അവനൊന്നും തന്നില്ലെങ്കിലും ആ കടം നിനക്ക് വീണ്ടും നന്മയായി, ധനമായി, സമ്പത്തായി ദൈവം വീട്ടിത്തരും.
പൂർണ്ണത ആസ്വദിക്കും. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 39-40 വാക്യങ്ങളിൽ പറയുകയാണ്, ഈ ദൈവത്തിലേക്കുള്ള അകലമെന്ന് പറയുന്നത് ഈ ദരിദ്ര ലോകത്തിലേക്ക്, ദരിദ്ര മനുഷ്യൻ്റെ ആ ചുറ്റുപാടുകളിൽ അവന് ജീവകാരുണ്യപരമായ സ്നേഹം നൽകുന്നതിലാണ് ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ ആ സാഫല്യം അടങ്ങിയിരിക്കുക. അതുകൊണ്ട് ദൈവമായ കർത്താവ്, വിധിയാളനായ കർത്താവ് പറയുകയാണ്, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരനിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ദൈവത്തിലേക്കുള്ള അകലം മനുഷ്യനിലേക്കുള്ള അകലം തന്നെയാണ്. മാക്സിമിലിയൻ മരിയ കോൾബെ, അദ്ദേഹം ആ നാസി തടവറയിൽ വേദനിക്കുന്ന ഒരു കുടുംബനാഥൻ്റെ നിലവിളിയുടെ മുൻപിൽ അവന് പകരം തൻ്റെ ജീവൻ കൊടുക്കാൻ തയ്യാറായ പരോപകാരിയായ വിശുദ്ധനാണ്. ആ വിശുദ്ധൻ്റെ സൽക്കർമ്മമെന്നത് ഇതാണ്, സ്നേഹിച്ച് മറ്റുള്ളവന് തൻ്റെ ജീവനെ പോലും, തൻ്റെ ഹൃദയം പോലും പറിച്ചെടുത്ത് കൊടുക്കുന്ന രീതിയിൽ ആ ജീവനെ പോലും പങ്കുവെക്കാൻ തയ്യാറായ ഒരു വിശുദ്ധൻ. ആ വിശുദ്ധൻ്റെ തിരുനാൾ നാം ആചരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചുറ്റിലുമുള്ള ഏതൊരു സഹോദരനെയും സഹോദരിയെയും നമ്മുടെ സ്വന്തം എന്ന നിലയിൽ നാം കാണുകയും അവരെ സ്നേഹിക്കുകയും ചെയ്തതാണ് വിശുദ്ധിയും. കർത്താവെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങയുടെ കാരുണ്യത്തിന്റെ വില തിരിച്ചറിഞ്ഞ് അങ്ങയോട് നന്ദി പറയുവാൻ തിരികെ വന്ന സമരിയക്കാരനെ പോലെ അനുനിമിഷം സമൂഹത്തിലൂടെയും അങ്ങ് ഞങ്ങളിൽ ചൊരിയുന്ന അനുഗ്രഹങ്ങൾക്ക് എന്നും ആയിരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച വിശുദ്ധരെ പോലെ ഞങ്ങളുടെ ജീവിതവും ഒരു സമർപ്പണ ജീവിതമായി മാറ്റണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവിനെയും മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും പ്രേക്ഷിത രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവയുടെ കുടുംബങ്ങൾ പ്രാർത്ഥനാ ചൈതന്യം വളർന്നു വരുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ശാരീരികമായും മാനസികമായും രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കളെ അങ്ങ് തൊട്ട് സുഖപ്പെടുത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തർക്കാം. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളെ അങ്ങുമായ രമ്യപ്പെട്ട നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ.
അപ്പവും വീഞ്ഞുമി അരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവ സ്വീകരിച്ചൻപോഴി ആശീർവദിക്കൂ തമ്പുരാനേ. വീഞ്ഞുമി അൾത്താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവ സ്വീകരിച്ചൻപോടി ആശീർവദിക്കൂ തമ്പുരാനേ. തദനുമതുപോലാത്മജനം ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നു ദൈവാംബികയെയു മറിയൗസേപ്പിനെയു സദരമൂർത്തിയിടാം പാവന ഈ ബലിയിൽ. സർവരും ഒന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായേയു നിണസാക്ഷികളെയു സത്കർമ്മികളെയു ബലിയിലോർത്തിടാം. നമ്മുടെ കൂടി ബലവാനാം കർത്താവിന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിരുന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സകലത്തിൻ്റെ നാഥനായ ദൈവത്തിൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രാക്കിസ്മാരും മേദ്രാർച്ചിഷന്മാരും മെത്രാപൊലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ പിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശോയുടെ സ്നേഹിതരും വിശ്വാസികളുമായ അനർത്ഥകളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശോയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സമർപ്പിക്കുന്ന ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷസമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനുള്ള ഇവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരെ, മിശിഹായുടെ സ്ഥലത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശയോടും കൂടി എന്ന് കർത്താവിനെ എന്ന് പറയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവിടുന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിക്കുകയും ഭയോധിജയമായ രസങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാനമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തരോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. മിശിഹാ കർത്താവിൻ കൃപയോ ദൈവപിതാവിൻ സ്നേഹമതോ റൂഹാദൻ സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹാം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം, ന്യായവുമാണതു യുക്തവുമാം. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങളെ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ അവിടുത്തെ എളിയവരും ബലഹീനരാകലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ ദിവ്യരഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവിനാഥാ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു.
നൽകുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണച്ച് കുമ്പിടുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർലിയോ 14 പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേല് മെത്രാപ്പൊലീത്തായ്ക്കും മെത്രാപ്പൊലീത്ത വികാരി മാർ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്കും പുരോഹിതന്മാർ ശംശാനാമാര് സമർപ്പിതര് അൽമായ പ്രേക്ഷിതര് ഭരണകർത്താക്കള് മേലധികാരികള് എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും സംഘടന സന്നിധിമാന്മാർ വിശുദ്ധരും എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളാകലും എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞെല്ലാം മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ദൈവജനത്തിനും അയോഗ്യനായ എനിക്ക് വേണ്ടിയും വിശിഷ്യ ഇന്നത്തെ തിരുക്കർമ്മങ്ങളെ ഏറ്റെടുത്തുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ സഹോദരി സഹോദരന്മാർക്കും ഇതിൽ പങ്കുചേർന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വിശുദ്ധൻ്റെ മാധ്യസ്ഥ അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസിക്കെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് മിശിഹാ വന്ന ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധോലിക്ക സഭയുടെ സന്താനങ്ങളെല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധി ഞങ്ങളുടെ എല്ലാ മനുഷ്യർ അറിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ നാഥരക്ഷകരമായ യേശു മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാന അവസ്ഥയാശ്രവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്തിട്ട് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിന് മരിച്ചുള്ള പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും സ്വർഗരാജ്യത്തിലെ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനെയും വിശ്വരക്ഷാബിനത്തിനും പ്രകൃതി അഭിഷേകം തമ്മിൽ രക്തരക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയെല്ലാം കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായെ, നിന്റെ നാമത്തിന് സ്തുതി. നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയത് ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിതാ പാവമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പൂർണ്ണമനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിനുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പത്യത്തിലൂടെ സമീപിക്കാം. അനുതാപത്തിൽ നടന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സ്ഥലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപവാചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ഈ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലങ്ങളും വിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ ഈ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആലമക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ ഈ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിസ്ഥാൽമാനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ ഈ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവരഹസ്യങ്ങളിൽ പങ്കൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉറപ്പിനും ആത്മകളെ രക്ഷിക്കും കാരണമാകട്ടെ, തിരിച്ചുവിനും കാരണമാകട്ടെ. നീക്കുവാമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, പോലെ ഭൂമിയിലുമാക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പ്രലോഭനത്തിൽ വീഴാണ്ടയാക്കരുത്, ദുഷ്ടരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വം എന്നേക്കുങ്ങളുടേതാകുന്നു. ആമേൻ. കർത്താവ് ശക്തനായ സർവേശ്വരൻ നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കണ്ടപേക്ഷിക്കുന്നു. പ്രലോഭനത്തിലും രാജ്യശക്തിയും പ്രാബല്യ അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നിന്റെ ഓർമ്മദിനം മഹത്വപൂർണ്ണമാകുന്നു, നിന്റെ മരണം അതിലേറെ ധന്യമാകുന്നു. സമാധാനം വിതയ്ക്കുന്ന പ്രഘോഷക, മഹത്വത്തിലെ സിംഹാസനം നിനക്ക് വേണ്ടി സജ്ജമായിരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും നിന്റെ ബഹുമാനത്തിനായി അത്യുന്നതങ്ങളിൽ വിജയമകുടം മെനയുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപാവരം ഇവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരി, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ കടങ്ങണ പ്രതിക്കുന്ന ശീലം കാരണമാകട്ടെ. 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 പൂർണ്ണമായി
സ്തുതിനാഥ നിത്യമാരാധന സ്തുതിനാഥ യേശുവേ അരികെ ദിവ്യകാരുണ്യമേ ഹൃത്തിനാനന്ദമേ ദിവ്യകോദാശയാ എന്നിലലിയോ സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായി നീതായി മാറ്റൂ മഴയായി പൊഴിയൂ മനസ്സിൻ മുകളിൽ സ്നേഹക്കുളിരായി നിറയൂ ഇന്നിൻ ഹൃത്തിൽ നിത്യമാരാധന സ്തുതിനാഥ നിത്യമാരാധന സ്തുതിനാഥ നിത്യപ്രകൃതനായ ഈശോ അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ക്രിസ്തുവിനോട് എടുക്കുന്ന അവരുടെ കൃഷിപ്പെട്ട കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുതൽ വച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളായിട്ട് വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരുടെ പ്രയത്നങ്ങൾ പരസംഗങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്യത്തെ സൗഭാഗ്യത്തിന്റെ മൗഢവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ കർത്താവായ ദൈവമേ, സ്നേഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ ദാനത്തെക്കുറിച്ച് ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ ദൈവം മനുഷ്യവൃന്ദത്തിന്റെ പ്രത്യാശയായ മിശിഹായെ സത്യവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ
നാഥായ എന്നേക്കും. കർത്താവാം മിശിഹ വഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കാ ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം ചെയ്യും, മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിന്നീ ബലിയിൽ പങ്കാളികളാകിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും. ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാകിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. ഇന്നത്തെ നൊവേന ഏറ്റെടുത്തുന്ന അവർക്ക് മുൻകൂട്ടി നന്ദി പറയുകയാണ്. മെയ്മോൾ ബെറ്റോ, മെൽജോ വർഗീസ്, ത്രേസ്യാമ ദേവസിക്കുട്ടി, ആൽബി ബിജു, അഞ്ജു ജോഷി, ഗോഡ്വിൻ സാബു, സാബു വർഗീസ്, പോളീഷിനി, ജീസ് ജോയ്. പിന്നെ നമുക്ക് ഈ നൊവേനയിലും ലതീഞ്ഞിലും പ്രത്യേകം അനുസ്മരിച്ച് അവർക്ക് ഉദ്ദേശകാര്യങ്ങൾ സാധിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ പാട്ടുപാടി. വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിറയ്ക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിറയ്ക്കും പ്രകാശമേ. അന്ധകാര വീരിപ്പു മാറ്റിടും ചന്തമേറുന്ന
മോഹനാദിവ്യ ഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ വിശുദ്ധ അനുഗാമിയായ വിശുദ്ധ മാക്സിമിലിയൻ കോൾബയെ ദൈവസ്നേഹത്താൽ പ്രേരിതരായി പുണ്യാഭ്യാസനത്തിനും സുവിശേഷ പ്രഘോഷത്തിനുമായി അങ്ങ് ജീവിതം സമർപ്പിച്ചുവല്ലോ. അങ്ങയുടെ മധ്യസ്ഥത്തിൽ ഭക്തിപൂർവ്വം ശരണം ഗമിക്കുന്ന ഞങ്ങളെ എന്നും കാത്തുകൊള്ളണമേ. പരിശുദ്ധ കന്യകാമറിയത്തിന് സ്വയം സമർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിനും ദൈവരാജ്യം വിസ്തൃതമാക്കുന്നതിനും വേണ്ടി അനേകം ആത്മാക്കളെ അങ്ങ് പുണ്യജീവിതത്തിലേക്ക് ആനയിച്ചുവല്ലോ. ഞങ്ങളുടെ ജീവിതവും പ്രവർത്തനവും വഴി അനേകരെ യേശുവിലേക്ക് ആനയിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. രക്ഷകനായ യേശു ക്രിസ്തു വഴി ക്രിസ്തുവുമായി അനുരൂപപ്പെടുക വഴി സഹതടവുകാരന് വേണ്ടി സ്വജീവൻ ബലികഴിക്കുവാൻ മാത്രം ഉന്നതമായ സ്നേഹത്തിലേക്ക് അങ്ങ് ഉയർന്നു. ആ ദിവ്യ സ്നേഹത്താൽ പ്രചോദിതരായ ഞങ്ങളും ജീവിതവും പ്രവർത്തനവും വഴി മറ്റുള്ളവരുടെ മുൻപിൽ യേശുവിനെ സാക്ഷ്യം വഹിക്കുവാനും അങ്ങനെ അങ്ങയോടൊപ്പം ദൈവത്തെ മുഖാമുഖം ദർശിക്കുവാനുമുള്ള അനുഗ്രഹത്തിനായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. വിശുദ്ധ മാക്സിമിലിയൻ കോൾബയെ സ്വന്തം ജീവിതവും മരണവും വഴി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ശ്രേഷ്ഠമായ മാതൃകയെ പ്രതി ഞങ്ങളങ്ങയോട് നന്ദി പറയുന്നു. പരിപൂർണ സമർപ്പണത്തിൻ്റെ മാതൃകയായ വിശുദ്ധ മാക്സിമിലിയൻ കോൾബയെയും ക്രിസ്തുവിൻ്റെ വിശ്വസ്ത അനുയായിയായ വിശുദ്ധ കോൾബയെ, അമലോത്ഭവയുടെ ധീര യോദ്ധാവായ വിശുദ്ധ കോൾബയെ, ഫ്രാൻസിസ് അസിസിയുടെ ആത്മീയ പുത്രനായ വിശുദ്ധ കോൾബയെ, അന്ധകാരത്തിലെ വെള്ളി നക്ഷത്രമായ വിശുദ്ധ കോൾബയെ, മരുഭൂമിയിൽ തണൽമരമായി വളർന്ന വിശുദ്ധ കോൾബയെ, വേനലിലെ നീരുറവയായ വിശുദ്ധ കോൾബയെ, വർണ്ണനിലത്തെ മനോഹര പുഷ്പമായ വിശുദ്ധ കോൾബയെ, വിശ്വാസ ചൈതന്യമില്ലാത്തവരുടെയിലെ ഉജ്ജ്വല വിശ്വാസമായ വിശുദ്ധ കോൾബയെ, നിഷ്ക്രിയത്വത്തിലെ പ്രതീക്ഷയായ വിശുദ്ധ കോൾബയെ, വിദ്വേഷത്തിലെ സ്നേഹമായ വിശുദ്ധ കോൾബയെ, ബലഹീനതകളെ ശക്തിയായ വിശുദ്ധ കോൾബയെ, ജീവിത സമരങ്ങളിലെ പോരാളിയായ വിശുദ്ധ കോൾബയെ, നിസ്സഹായർക്ക് ധൈര്യം പകർന്ന വിശുദ്ധ കോൾബയെ, അനുരഞ്ജന വേളകളിലും ആദർശധീരനായ വിശുദ്ധ കോൾബയെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമായ വിശുദ്ധ കോൾബയെ, കർത്താവായ യേശുവേ, കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളടയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശാ
ദിവ്യാനുഗ്രഹമേകണമേ നരരക്ഷകനാമിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ വിശുദ്ധി വിരിയും പാതകളിൽ ചരിച്ചു നാദനു സമ്മോദം നിറച്ച പാവനധീരാത്മാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി ക്രൂശിതനായൊരു ദൈവ ഉണർന്നവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി ഉലകിൻ മോഹനദീപം നീ ധരയുടെ ശാശ്വത ലവണം നീ മലയിലുയർന്നൊരു നഗരം നീ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി ഉപവാസത്തിൻ പാതകളിൽ പ്രാർത്ഥന തീർത്തൊരു ദീപവുമായി പാഞ്ഞു കിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി സ്വർഗതലത്തുമോന്നതമാം നിക്ഷേപങ്ങൾ നിറച്ചവനെ ചിന്തകൾ വിണ്ണിലുയർത്തിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ ഭീക്ഷമേ നാഥാ പാപം പൊറുക്കേണമേ നാഥാ പാപം പൊറുക്കേണമേ ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ ഭീക്ഷമേ നാഥാ പ്രാർത്ഥന കേൾക്കേണമേ നാഥാ പ്രാർത്ഥന കേൾക്കേണമേ ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ ഭീക്ഷമേ നാഥാ ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ ഭീക്ഷമേ നാഥാ ഞങ്ങളിൽ കനിയേണമേ നാഥാ കർത്താവേ നരകുലപാലകനേ ഞങ്ങളടച്ചിടുമീ പ്രാർത്ഥന തിരുമുൻപിൽ പരിമളമിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം പരിമളമിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം. ആത്മീയവും ശാരീരികമായ എല്ലാവരങ്ങളാലും പരിശുദ്ധ കന്യകമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകളെ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മാറിയോസേബിനെ സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃതനിഷ്ഠരുമാക്കി തീർക്കവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ മാർ ലെയോ 14 പാപ്പായ്ക്കും ഞങ്ങളുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ മെത്രാപ്പൊലീത്തായ്ക്കും
അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ മാക്സിമിലിയൻ കോൾബയുടെ സുഹൃത്തുക്കളെക്കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ലോകത്തിൻ വഴികളിലുഴലാതെ പാപത്തിൻ പാതകൾ പുണരാതെ ദൈവത്തിൻ പരിമള പൂവരിയിൽ പരിമലരായി വന്നൊരു പുണ്യാത്മാ, പരിമലരായി വന്നൊരു പുണ്യാത്മാ. മാമലമേലുയരും നഗരം നീ, മോഹനമാം നിർമ്മല ദീപം നീ. മാമലമേലുയരും നഗരം നീ, മോഹനമാം നിർമ്മല ദീപം നീ. ധരയിന്മേൽ മർത്യനു മാതൃക നീ, വിനയമോടെ വന്ദനമരുളുന്നു. ലോകത്തിൻ വഴികളിലുഴലാതെ പാപത്തിൻ പാതകൾ പുണരാതെ ദൈവത്തിൻ പരിമള പൂവരിയിൽ പരിമലരായി വന്നൊരു പുണ്യാത്മാ, പരിമലരായി വന്നൊരു പുണ്യാത്മാ. സമാപന പ്രാർത്ഥന. സ്വർഗസ്ഥനായ പിതാവെ, പുരോഹിതന് രക്തസാക്ഷിയുമായ വിശുദ്ധ മാക്സിമിലിയൻ കോൾബയെ പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തിയാൽ അവിടുന്ന് ഉജ്ജ്വലിപ്പിക്കുകയും ആത്മാക്കളോടുള്ള തീഷ്ണതയാലും അയൽക്കാരനോടുള്ള സ്നേഹത്താലും നിറയ്ക്കുകയും ചെയ്തുവല്ലോ. ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി മനുഷ്യ സേവനത്തിലൂടെ അങ്ങയെ മഹത്വപ്പെടുത്തി ആത്മാർത്ഥമായി അധ്വാനിക്കുന്നതിനും അങ്ങനെ മരണം വരെ അങ്ങേ തിരുസുതനോട് അനുരൂപപ്പെട്ട് ജീവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും ഒന്നായിരുന്നു കൊണ്ട് ഞങ്ങളെ ഭരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥനകൾ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആശ്വാസദായകനായ ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും അനുഗ്രഹിക്കുകയും ജീവിതകാലം മുഴുവൻ അവിടുത്തെ സമാധാനം നിങ്ങൾക്ക് നൽകുകയും ചെയ്യട്ടെ. നിങ്ങളുടെ സകല ആശങ്കകളിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ മോചിപ്പിക്കുകയും അവിടുത്തെ സ്നേഹത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. നിങ്ങളുടെ സകല പ്രവൃത്തികളും യഥാർത്ഥമായ സന്തോഷത്തിലേക്കും നിത്യജീവിതത്തിലേക്കും നയിക്കുന്നതിനായി വിശ്വാസം, ശരണവും എന്നീ ദാനങ്ങളാൽ അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. വിശുദ്ധ മാക്സിമിലിയൻ കോൾബയുടെ മധ്യസ്ഥം വഴി സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കേട്ടോ. ഓക്കെ, അനുഗ്രഹിക്കട്ടെ. നമുക്കിരിക്കാം. അച്ഛന് നന്ദി പറയാനായിട്ട് സെൻറ്റ് സ്റ്റീഫൻ യൂണിറ്റിലെ വൈസ് പ്രസിഡന്റ് മേരി ചേച്ചിയെ ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട ജോണച്ച, അച്ഛൻ ഒത്തിരി കാര്യങ്ങൾ ഇടവകയിൽ അതിൻ്റെ നടപടിയും നടപടികളാണ് ഞാനിപ്പോൾ അറിയിക്കുകയാണ്. പിന്നെ അച്ഛൻ ഇന്ന് ഇവിടെ വരികയും നല്ലൊരു ദീപവഴി അറിയിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നല്ല സന്ദേശത്തിലൂടെ ഭൗതിക സമ്പത്തിന്റെ അനശ്വരതയെ പറ്റിയും സ്വർഗത്തിലുള്ള നിക്ഷേപത്തിന്റെ അനശ്വരതയെ പറ്റിയും മാനവധർമ്മത്തിനുള്ള ആവശ്യകതയെ പറ്റിയും ഞങ്ങൾ ഉദ്ബോധിപ്പിക്കുകയും ചെയ്ത്
ഞങ്ങളെ വേണ്ടി പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ ചെയ്യുന്ന ജോണച്ചന് ഈ സമൂഹത്തിന്റെ പേരിലും വികാരിച്ചിട്ടുള്ള സെന്റ് സ്റ്റീഫൻസ് ഗ്രൂപ്പ് യൂണിറ്റിന്റെ പേരിലുള്ള ഹൃദയം നന്ദി അറിയിക്കുന്നു. മേരി ചേച്ചിക്കും പ്രത്യേകം നന്ദി. ഇന്നത്തെ തിരക്കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സെൻറ്റ് സ്റ്റീഫൻ യൂണിറ്റിലെ എല്ലാ കുടുംബാംഗങ്ങളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ നാളെ സെൻറ്റ് മേരീസ് യൂണിറ്റ് അംഗങ്ങളായിരിക്കും തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. യേശുവിൻ സാക്ഷിയ ജീവിതമർപ്പിച്ച ഞങ്ങൾ തൻ മധ്യസ്ഥ